ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊള്ളാടി മോളെ, ഈ കുട്ടിക്കളി കൊള്ളാം. നിന്നോട് അവര് ചെയ്ത ദ്രോഹത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേ രണ്ടുപേരും കണ്ണും തള്ളി നിന്ന നിപ്പ് കണ്ടോ? അവരുടെ മുമ്പിൽ ഒട്ടും വയ്യാത്തവളായി നീ ഇതുപോലെ നടക്കണം. നിന്റെ ഓരോ നടത്തത്തിലും ദേവന്റെയും യശോദയുടെയും ഉള്ളു പൊള്ളണം. അയ്യോ, ഞങ്ങളുടെ മോളോട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയല്ലോന്നും പറഞ്ഞ് ഉണ്ണാതെ ഉറങ്ങാതെ രണ്ടാടും വലയണം. മുത്തശ്ശി പതുക്കെ. ഞാൻ പലതരത്തിലും ആലോചിച്ചു മുത്തശ്ശി. വെറുതെ ഓർമ്മയില്ലാത്തവളായി അഭിനയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ നടന്ന കുറെ ദിവസം കഴിയുമ്പോ അവരെന്നെ മറന്നു കളയും. പക്ഷെ കുഞ്ഞുങ്ങളുടെ പോലെ ആവുമ്പോ എനിക്ക് എവിടെയും ചെല്ലാം, ആരുടെ മുന്നിലും ചെന്ന് നിക്കാം. അത് ശരിയാ. അച്ഛനമ്മമാരുടെ മുമ്പിൽ മാത്രമല്ല, രാധികയുടെ മുമ്പിലും വരുണിന്റെ മുമ്പിലും കണിമംഗലത്തുകാരുടെ മുമ്പിലും ഒക്കെ ഇത് തന്നെ മതി. ഇത് മുത്തശ്ശി എവിടെ നിന്ന് എടുത്തതാ? ഞാൻ നിന്റെ പെട്ടിന്ന് എടുത്തതാടി. ദേവനോടും യശോദയോടും എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടാ ഞാൻ ഈ ഫോട്ടോയുടെ അടുത്ത് വന്നിരുന്നാ സംസാരിക്കുന്നേ. ഇതിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ നിനക്കൊന്നും പറ്റിയിട്ടില്ല, നീ ഈ ഭൂമി തന്നെ ഉണ്ടെന്ന വിശ്വാസം ഉറച്ചത്. എത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയോ ഇതിന്റെ മുമ്പിലിരുന്ന്. മുത്തശ്ശി, നിന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേരില് എന്നെ എത്ര വേണമെങ്കിലും എല്ലാവരും കുറ്റം പറഞ്ഞോട്ടെ. പക്ഷേ നിനക്കൊരു വീഴ്ച വന്ന നിന്നെ താങ്ങാനേ മുത്തശ്ശി ഉണ്ടാവും. മുത്തശ്ശി, എന്റെ ഭാഗ്യമാ മുത്തശ്ശി. മുത്തശ്ശിക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ എന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. മുത്തശ്ശിക്ക് എപ്പോ വേണമെങ്കിലും മുകളിൽ നിന്നുള്ള വിളി വരും. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് നിനക്കെല്ലാം നേടി തന്നിട്ടേ പോകൂ. നിന്നെ ചതിച്ചവരൊക്കെ അനുഭവിക്കണം. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടണം. അതെ, മുത്തശ്ശി നേടിത്തരും.